വൃഷഭ ലാലേട്ടൻ്റെ വരാനിരിക്കുന്ന ഒരു സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. സംഭവം തെലുങ്ക് ആൻഡ് മലയാളം ബൈലിംഗ്വലാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് തെലുങ്കും തമിഴും മലയാളം കുറേ ലാംഗ്വേജിൽ ഇറങ്ങേണ്ടെന്നാണ് എനിക്ക് തോന്നണത്, ഹിന്ദിയിൽ ഉൾപ്പെടെ. എന്തായാലും അതിൻ്റെ ടീസർ ദേ വന്നിട്ടുണ്ട്, ഞാൻ കണ്ടായിരുന്നു. ആദ്യം തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ബാഹുബലിയാണോ എന്ന് എനിക്ക് ഡൗട്ടായി. അതേപോലത്തെ കുറച്ച് സാധനങ്ങൾ, കൊട്ടാരം കാണിക്കുന്നു, ഒരു കൊച്ചിനെ കാണിക്കുന്നു, ഒരു രാജ്ഞി ജന്മം നൽകുന്ന കാണിക്കുന്നു. അങ്ങനെ ശരിക്കും ബാഹുബലി ഒരു ഫീലാണ് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാലേട്ടനെ കാണിക്കുന്നു ഒരു രാജാവായിട്ട്. ഈവൻ ഈ ടീസറിൻ്റെ ടൈറ്റിൽ തന്നെ വൃഷഭ മോഹൻലാൽ എസ് കിങ് എന്നാണ്. അതെന്തുകൊണ്ട് ടൈറ്റിലാന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. എനിക്കിത് കണ്ടപ്പോൾ വൃഷഭ എൻ്റെ പൊന്നപ്പ എന്നാണ് എനിക്ക് തോന്നിപ്പോയത്. ചില സ്ഥലങ്ങളിൽ കുഴപ്പമില്ല, കുറച്ച് ക്വാളിറ്റിയൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത് ദി കോസ്റ്റ്യൂമാണ്. ഇത് കൂടാതെ വേറെ കോസ്റ്റ്യൂം കാണിക്കുന്നുണ്ട്, ബാഹുബലി ലുക്കുള്ളൊരു സാധനം, അത് അടിപൊളിയുണ്ട്. പക്ഷേ ഈ കോസ്റ്റ്യൂം മൊത്തത്തിൽ എനിക്കങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ ഈ സാധനം. ഇത് എനിക്കെന്തോ ഇതങ്ങോട്ട് ദഹിച്ചില്ല എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ബാക്കി സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായി നമ്മൾ ഈ വയറിട്ടുള്ള പൊക്കിയടി കാണുന്നത്. വയറിടും ഇങ്ങനെ പൊക്കും, മറ്റേ ഇങ്ങനെ പെങ് പെങ് പെങ്, ആ സാധനം എന്തോരം വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതല്ലാതെ വേറൊന്നും ഇല്ലേടേ. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് അല്ലാതെ കാണിച്ചോളൂ. ഈ വയറിട്ട് പൊങ്ങിക്കളിക്കുന്ന സാധനം എന്തിനാണ്? 100 പേര് ഓടി വരുമ്പോഴേക്കും മറ്റേ പെങ് പെങ് എന്നും പറഞ്ഞിട്ട് ലാലേട്ടനായിട്ട് ചാടിക്കണം എന്തിനാ? എനിക്കത് മനസ്സിലാവാത്തത്. ആ ഛാവ സിനിമ കണ്ടിട്ടില്ലേ, അതിനകത്തും ഇതേപോലെ തന്നെ ഈ വയറിട്ട് ചാടിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. അത് ഒഴുകി നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്യും. എന്തിനാണ് ഈ 2025 ഈ വയറിട്ടുള്ള ചാട്ടം കാണിക്കണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തേ രാജകുമാരൻ നിലത്ത് നിന്ന് അടിക്കൂലേ, നിലത്ത് നിന്ന് ആൾക്കാരെ കൊല്ലൂലേ, ഈ എയർ ഇന്നുകൊണ്ട് മാത്രം കൊള്ളൂല? എനിക്ക് മനസ്സിലാവുള്ള. ഇപ്പോഴും സ്റ്റണ്ട് ഡയറക്ടേഴ്സ് ആ പഴയ 80കളിൽ നിന്നും വണ്ടി കയറിയിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥ. അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നണം ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോഴേക്കും. ബാഹുബലി പോലും എത്ര വർഷം മുന്നേ എടുത്തതാണ്, ഇപ്പോൾ കൊണ്ടുവന്നിട്ട് അതുപോലെ ഒരു പടം പിടിച്ച ആൾക്കാർക്ക് ദഹിക്കുമോ? ശരിയാണ്, രാജമൗലി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വേറെ രീതിയിൽ അത് കാണിക്കും. ഈവൻ രാജമൗലിക്ക് പോലും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അത് വേണ്ടായിരുന്നു, ഈ വയറിട്ടുള്ള പരിപാടി വേണ്ടായിരുന്നു എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഈവൻ മഗധീർ എടുത്ത് നോക്കിയാലും RRR എടുത്ത് നോക്കിയാലും ബാഹുബലി എടുത്താലും എനിക്ക് ആകെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഈ എയറിട്ടുള്ള കയറിട്ടുള്ള ഈ പരിപാടിയാണ്. ഞാൻ ആലോചിക്കുന്നത് മഗധീര എടുത്ത് നോക്കുക, അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്, ആ 100 പേരെ ഫൈറ്റില്ലേ, അതെന്ത് രസമായിരുന്നു അറിയാമോ? അത് ആ നിലത്തു നിന്നുകൊണ്ടുള്ള ഫൈറ്റിലാണ് എല്ലാം ഇരിക്കുന്നത്. ലാസ്റ്റ് അത് ഏറിച്ചാടി മൊത്തം കുളമാക്കുന്ന അവസ്ഥയാണ്. പക്ഷെ ആ 100 പേരെ നിലത്ത് നിന്നുകൊണ്ട് പൊരുതണ ആ സീൻ, അതുപോലെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇപ്പോൾ ലാലേട്ടനെ പോലെ ഒരു കിടില നടനെ കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് ഇവർ ഈ എയറിലിട്ട് പറത്തണത്? ആ നിലത്തിരുത്തി ചെയ്തുകൂടെ? എന്നാൽ ലാലേട്ടൻ എന്താ മെയ് വഴങ്ങാത്ത ആക്ടറാണോ? ഉണ്ടം പൊരിയാ. ലാലേട്ടൻ ഇതിനകത്തുള്ള ഫൈറ്റ് ഞാൻ കണ്ടു നോക്കുന്നു, സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇദ്ദേഹത്തിന് എയറിലിട്ട് പിങ് പോങ് കളിപ്പിക്കണമെന്ന് എനിക്കൊരു പിടുത്തം കിട്ടണമല്ല. നിലത്ത് നിന്ന് രാജാവിന് ഫൈറ്റ് ചെയ്താൽ എന്തേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ലേ? സത്യം പറഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പോൾ ഈ എയറിലുള്ള ഫൈറ്റും അടുത്ത് നിലത്ത് നിന്നുകൊണ്ട് പൊരുതി പോണ കാണാനാണ് ആൾക്കാർക്ക് താല്പര്യം. അതിലല്ലേ ഒരു രസമുള്ളത്. എനിക്കറിയാമല്ലോ. ഇപ്പോഴും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും, ഇപ്പോഴും നിങ്ങൾക്ക് എയറിൽ ഇങ്ങനെ പിങ് പോങ് കളിക്കുന്ന കാണാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ ഒരു ജോൺ വിക്ക് ലെവലിൽ ഇപ്പോൾ ഒരു സാധനം, അതായത് അതിൻ്റെ ഒരു രാജാവ് വർഷം നിങ്ങൾ ആലോചിച്ച് നോക്കി. അതായത് ഒരു രാജാവ് വന്നിട്ട് മറ്റേ നിലത്ത് നിന്നുകൊണ്ട് ഏറി പറക്കാതെ ഓരോരുത്തരെ വെട്ടി മുന്നോട്ട് പോകണം. അതെന്ത് രസമായിരിക്കും ഇവിടെ, അത് കാണാൻ തന്നെ എന്തൊക്കെ ഇടുമായിരിക്കും അത്. ഇപ്പോൾ ഓൾഡ് ബോയ് എന്നുള്ള സിനിമയിൽ ആ ആക്സ് വെച്ചിട്ടുള്ള ആ സാധനം കാണുന്നുണ്ട്. അതേപോലെ നിങ്ങളൊന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ ഡയറക്ടർമാർ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല, ഫൈറ്റ് കൊറിയോഗ്രാഫേഴ്സിനെ കൊണ്ടിട്ട്, അതായത് ഈ എയർ പരിപാടി ഇല്ലാതെ വയറിട്ടുള്ള പരിപാടി ഇല്ലാതെ എന്തുകൊണ്ട് ഹാൻഡ് കോമ്പാക്റ്റ് കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതോ, അല്ലെങ്കിൽ അത് ഒരു 50 പേര് വന്നോട്ടെ എന്നാലും ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് കയറിപ്പോകണം. അത് എന്ത് രസമായിരിക്കും അത് കാണാനായിട്ട്. ഈ എയറിലടി കണ്ട് എനിക്ക് മടുത്ത്. ലാലേട്ടന് പോലും മടുത്തിട്ടുണ്ടാവില്ല ഇത് ചെയ്ത്. എത്ര വർഷമായി ലാലേട്ടൻ ചെയ്യണത്. ഇനി എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ ഉൾപ്പെടെയുള്ള സകല ആക്ടേഴ്സും അത് പറയണമെന്നുണ്ട്, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, ഞാൻ അല്ലാതെ ബാക്കി സാധനങ്ങൾ ചെയ്യാം, കുറച്ചുകൂടി എനിക്ക് എഫേർട്ട് എടുത്ത് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നിലത്ത് നിന്നുകൊണ്ടുള്ള സാധനങ്ങളാണ് ഞാൻ ചെയ്യാമെന്നുള്ള രീതിയിൽ പറയണമെന്നുള്ളൂ. കാരണം ലാലേട്ടനെ കൊണ്ട് ഇപ്പോഴും പറ്റും. അത് നമുക്ക് പലപ്പോഴും ചില ഫൈറ്റ് കണ്ടാൽ മനസ്സിലാവും. ഇതിനകത്ത് ലാലേട്ടൻ്റെ ഇപ്പോൾ ഈ പോസ്റ്റർ കാര്യങ്ങൾ മറ്റേ കുറച്ച് ഞാൻ ആലോചിക്കുന്നത് ഈ പോസ്റ്റർ അടിപൊളി, ഇതെന്താ ഈ തീട്ടിപ്പോയി നിൽക്കാതെ വെറുതെ നിന്ന് കഴിഞ്ഞാൽ അത് പറ്റൂലേ?
അത് സ്റ്റൈലൈസ് ആയിട്ട് ചെയ്യാൻ അറിയൂല. എനിക്കതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ പറക്കണം എന്തിനാ കിടന്നിട്ട്, എന്തിനാ ഈ തീട്ടി കളിക്കണം, അല്ലാണ്ട് ചെയ്തൂടെ? ലാലേട്ടനെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇത്രയും മെയ്വഴക്കമുള്ള ഒരു ആക്ടറാണ്, ഇത്രയും പ്രായമായിട്ട് പോലും കിടിലനായിട്ട് മെയ്വഴക്കമുള്ള ഒരു ആക്ടർ ഈസി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തിനാണ് ഇങ്ങനെ? എൻ്റെ സങ്കടമാണ് ഞാൻ പറയാൻ കേട്ടോ. എനിക്കെന്തോ ഇത് കണ്ടിട്ട് എന്തോ അടുത്ത ബറോസ് അല്ലെങ്കിൽ അടുത്ത എന്തോ സാധനമൊക്കെ ലോഡ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആവരുത് എന്ന് എൻ്റെ ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് ഈ മനുഷ്യൻ്റെ പടങ്ങൾ പോയി കാണുമ്പോഴേക്കും നിരാശപ്പെട്ട് തിരിച്ചു വരുമ്പോൾ ഒരു സങ്കടമുണ്ട് മക്കളെ. എനിക്ക് കാണാൻ വയ്യ, എനിക്കതാണ്. പക്ഷെ നമ്മൾ എങ്ങനെ പോയാലും ലാലേട്ടൻ്റെ പടം ഇറങ്ങുന്ന ഫസ്റ്റ് ഡേ തന്നെ പോയി കാണും. കാരണം വെച്ചാൽ അത് അത്ര ഇഷ്ടമാണ് ഈ മനുഷ്യൻ. അതുകൊണ്ട് നമ്മൾ എന്തായാലും പോയി കാണും. ഞാൻ എന്തായാലും ഫസ്റ്റ് ഡേ പക്ഷേ പോയി കാണും. എത്ര എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലാലേട്ടൻ്റെ പടമാണ് അതൊരു വികാരമാണ്. അത് പോകാതിരിക്കാൻ പറ്റില്ല. നമ്മൾ പോകണ്ടെന്ന് വീട്ടിൽ വിചാരിച്ച് ഇരുന്നാലുണ്ടല്ലോ, നമ്മളിങ്ങനെ എഴുന്നേറ്റ് തന്നെ പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അങ്ങനെ പോയി പെട്ടെന്നുള്ള പടമൊക്കെയാണ് ബറോസൊക്കെ. അതുപോലെ വേറെ സിനിമകളുണ്ട്. ഇപ്പോൾ മോൺസ്റ്റർ, ഞാൻ പറയണ്ടല്ലോ, ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ. എലോൺ അതൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. എലോൺ ഞാൻ കണ്ടത് ഏരീസിലാണ്. എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്ക്. അപ്പോൾ ഇതെന്തായാലും അങ്ങനെയൊന്നും ആവല്ലേ, നല്ല രീതിയിലാവട്ടെ എന്ന് വിചാരിക്കുന്നത്. ഇതെന്തോ ടൈം ട്രാവൽ പരിപാടി കൂടെ ഉണ്ട്. ഈ ടീസറിൻ്റെ ഏകദേശം ഈ ഒരു പോർഷൻ എത്തുമ്പോൾ ഏതൊരു മുഖപരിചയം എനിക്ക് ഇല്ലാത്തൊരു നടനെയും കാണിക്കുന്നുണ്ട്. മടിയിൽ ലാലേട്ടൻ കിടക്കാനായിട്ട് കാണിക്കുന്നുണ്ട് ബെഡിൽ. അതുപോലെ ഇതിനകത്തുള്ള നടിമാരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് അതിനെപ്പറ്റി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴേക്കും ഷനായ കപൂർ എന്നുള്ള സഞ്ജയ് കപൂറിൻ്റെ മകളെയാണ് ആദ്യമായിട്ട് കാസ്റ്റ് ചെയ്തത്. പക്ഷേ അതെന്തോ ചേഞ്ചൊക്കെ വരുത്തി വേറെ ഏതോ നടീനൊക്കെ വെച്ചിട്ടുണ്ട്. ആ നടീനെ എനിക്ക് ഒരു പിടുത്തം കിട്ടണില്ല. അതുപോലെ ഇതിനകത്ത് വേറൊരു നടീനെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ പ്രൊഡ്യൂസേഴ്സ് ശോഭ കപൂർ, ഏക്ത കപൂറാണ് ബാലാജി ഫിലിംസിൻ്റെ. എന്താ ഒന്ന് കണ്ടറിയാം. പിന്നെ അതുപോലെ ഈ ഡയറക്ടർ നന്ദകിഷോർ, ഇങ്ങേരുടെ ഞാൻ ഫിലിമോഗ്രാഫി എടുത്തപ്പോൾ ഒരൊറ്റ പടം പോലും ഞാൻ കണ്ടിട്ടില്ല. ഒരെണ്ണം എനിക്ക് അറിയാൻ പോലും പാടില്ല. ആകെ ഉള്ളത് ഒരെണ്ണം ഇത്തിരിയെങ്കിലും മനസ്സിലായത് നമ്മുടെ ഉപ്പിയും സുദീപയും സുദീപയും കൂടി അഭിനയിച്ചിട്ടുള്ള ഓ മൈ ഗോഡിൻ്റെ റീമേക്ക് ഒരു പടമുണ്ട്. ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഓ മൈ ഗോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. നമ്മുടെ അക്ഷയകുമാറും പരേഷ് രാവലും കിടിലും പടമായിരുന്നു. അപ്പോൾ അതിൻ്റെ റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുന്നേ, എന്തോ 10 കൊല്ലം മുന്നേ 20 കൊല്ലം മുന്നേ ഞങ്ങൾ റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഞാൻ സംഭവം മാത്രമേ കണ്ടുള്ളൂ. അതും ഹിറ്റായിരുന്നോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഈ നന്ദകിഷോർ എന്ന് പറഞ്ഞ ഡയറക്ടർ എന്ത് കണ്ടിട്ടാണ് ലാലേട്ടൻ ഡേറ്റ് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവണല്ലോ കേട്ടോ. വല്ല സൗഹൃദപ്പുറത്ത് ഡേറ്റ് കൊടുത്താണെങ്കിൽ എൻ്റെ പൊന്നോ കണ്ടറിയേണ്ടി വരും. കണ്ണപ്പ പോലെയൊന്നും ആവാതിരുന്നത്. കണ്ണപ്പന് പിന്നെ ലാലേട്ടൻ വെറുപ്പിച്ചില്ല എന്നേ ഉള്ളൂ. ലാലേട്ടൻ കുഴപ്പമുണ്ടായിരുന്നില്ല. പടം ഭൂലോകം വെറുപ്പിക്കലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും കണ്ണപ്പ പോലെ പൊന്നപ്പയൊന്നും ആവല്ലേ ഇത് എന്നാണ് ഞാൻ ആലോചിക്കണത്. എനിക്ക് കോസ്റ്റ്യൂമാണ് എനിക്ക് ദഹിക്കാത്തത്. ബാക്കി എല്ലാം കുഴപ്പമില്ല, ഒരു പരിധി വരെ കുഴപ്പമില്ലെന്ന് നോക്കാം. ഈ കോസ്റ്റ്യൂം എന്തോ എനിക്കങ്ങോട്ട് ദഹിക്കണല്ലോ കേട്ടോ. എന്തായാലും ഇതിന് മുന്നത്തെ കോസ്റ്റ്യൂം ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. ഇതിങ്ങോട്ട് നീക്കുമ്പോഴേക്കും ഇവിടെ ഒരു ബാഹുബലി പോലൊരു കോസ്റ്റ്യൂം ഉണ്ട്. പിന്നെ സെറ്റൊക്കെ കൊള്ളാട്ടോ, അതൊക്കെ കൊള്ളാമെന്ന് പറയേണ്ടി വരും. ഇവിടെ ഒരു കോസ്റ്റ്യൂം ഉണ്ട്, ഈ സാധനം. അത് മര്യാദ കാണാൻ പോലും പറ്റണല്ല. ഈ രാജാപ്പാട്ട് കോസ്റ്റ്യൂമാണ് എനിക്ക് പിടിക്കാത്തത്. ഇതിവിടെ ഒരു സാധനം കാണിക്കും നോക്കട്ടെ. ഈ ഷോട്ടൊക്കെ കൊള്ളായിരുന്നു. ഇതൊക്കെ കണ്ടില്ലേ? ഇതെന്തുവാടേ ഇത്? എന്തിനാണ് ഈ വക സാധനമൊക്കെ ഈ കാലഘട്ടത്തിലും? എന്താണ് ഈ കിടന്നത്? എനിക്കിതാ പിടിക്കാതെ. ഈ കോസ്റ്റ്യൂം കൊള്ളായിരുന്നു, ഈ സാധനം കൊള്ളാം. ഇതിലെ ലുക്കും അത്യാവശ്യം തരക്കേടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ ലുക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ബാക്കി എന്തായാലും കണ്ടറിയാം. പിന്നെ ഇവിടെ വേറെ എന്തോ സാധനം കൂടി എഴുതിയിട്ടുണ്ട്. വൃഷഭ റീബോൺ ലവ് സോ സ്ട്രോങ് ഇറ്റ് ഡിഫൈസ് ഡെത്ത്. ആരാടേ ഈ വക ക്യാപ്ഷനൊക്കെ ഇട്ടത്? എന്ത് ഊള ക്യാപ്ഷനാണിത്? റീബോൺ ലവ് സോ സ്ട്രോങ് ഇറ്റ് ഡിഫൈസ് ഡെത്ത്. ഇത് വായിക്കുമ്പോൾ തന്നെ ഒരു മലങ്കൾട്ട് ഫീലാണ് കിട്ടുന്നത്. എനിക്കെന്തോ പിടിച്ചില്ല കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടില്ല. സെറ്റ് കൊള്ളാം, മ്യൂസിക് കുഴപ്പമില്ല എന്നുള്ള സീനാണ്. ഒറ്റ ഡയലോഗ് കാണിച്ചിട്ടില്ല, ഫുൾ ടീസറായതുകൊണ്ട്. പിന്നെ ഈ കാണുന്ന എന്ത് ഗ്രാഫിക്സ് പരിപാടി മറ്റേ കുഴപ്പമില്ല. പിന്നെ എനിക്കിത് കാണുമ്പോൾ ബറോസ് തന്നെ ഓർമ്മ വന്നു. ബറോസിൻ്റെ ആ മറ്റേ ഒരു സാധനം കാണിക്കുമല്ലോ, ഒരു തല ഇങ്ങനെ കറങ്ങണം, അത് തന്നെ എനിക്ക് ഓർമ്മ വന്നു പണ്ടാരം. എന്തായാലും എനിക്കത് അത്ര ദഹിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായം ഇതാണ്. ഞാൻ നിഷ്പക്ഷമായിട്ട് ഒരു ലാലേട്ടൻ ഫാനായിട്ട് കൂടി ഞാൻ പറയുന്നത്, എനിക്കത് അത്ര ദഹിച്ചിട്ടില്ല. എനിക്ക് ഗുഡ് വൈബ്സ് അല്ല ഇതിൽ നിന്ന് കിട്ടണത്. എന്തായാലും സിനിമ കണ്ടു നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം. അതുപോലെ ഇതിന് മുന്നേ ടീസർ ഇപ്പോൾ വന്നിട്ടുള്ളത്, ട്രെയിലർ വരാണ്ട്, ട്രെയിലർ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറയാം. തെറ്റായ തീരുമാനം ആവരുത് ലാലേട്ട എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. എന്തായാലും കണ്ണപ്പ തല വെച്ച് കൊടുത്ത പോലെ കല വെച്ചത് ആവരുത് എന്നും കൂടെ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇതിനകത്ത് കുറേ ആൾക്കാരുടെ പേരൊക്കെ കാണുന്നുണ്ട്. എന്താ റസൽ പൂക്കിറ്റി സൗണ്ട് ഡിസൈൻ ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഡയറക്ഷൻ ഓഫ് ഫോട്ടോഗ്രാഫി ആൻ്റണി സാംസങ് ഒക്കെ കാണിക്കുന്നുണ്ട്. ആശീർവാദ് റിലീസാണ്. എന്താവോ എന്തോ.